ഒരു വശത്ത് നമ്മളിപ്പോൾ കണ്ട പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുനരധിവാസ സഹായം ലഭിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. കേരളത്തിന്റെ നിവേദനം വൈകി എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവർത്തിക്കുന്നത്. നവംബർ 13-നാണ് നിവേദനം നൽകിയതെന്നും പരിശോധിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രിയങ്ക ഗാന്ധി എംപിക്ക് മറുപടി നൽകി. എന്റെ വീട്ടിലത്തെ എന്റെ കുടുംബത്തിലത്തെ 9 പേരും നഷ്ടപ്പെട്ടു. എനിക്ക് വീട് പോയി. എന്തായാലും എല്ലാം പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്ര എണ്ണത്തിന് മറുപടി തെറിച്ചാണ് കിട്ടുന്നൊക്കെ അനുജനെ പെങ്ങളെ അനുജന്റെ കുട്ടികളെ. നാലര മാസം മുൻപ് ഒരു പെരുമഴയത്ത കുത്തിയൊലിച്ചു പോയ ഭൂമിക്കടിയിൽ ഇപ്പോഴും ഉറ്റവർക്കൊന്ന് കാണാൻ പോലും പറ്റാതെ കിടപ്പുണ്ട് 47 പേർ. പിറ്റേന്നെണീറ്റ് പണിക്ക് പോകണമെന്നും പഠിക്കാൻ പോകണമെന്നും മഴയൊന്നു മാറിയാൽ അടർന്നുപോയ വീടിന്റെ ഭാഗം ശരിയാക്കണമെന്നും ചേർന്നു നിൽക്കുന്നവരെ കരകയറ്റണമെന്നും സ്വപ്നം കണ്ടുറങ്ങിയ 251 പേർ പുത്തുമലയിൽ നിത്യനിദ്രയിലാണ്. വരുമാനത്തിനൊരു മാർഗമില്ലാതെ പരിക്കേറ്റ് കിടപ്പുണ്ട് 378 മനുഷ്യർ. നഷ്ടങ്ങളുടെ കണക്കിൽ ജീവൻ തിരിച്ചു കിട്ടിയിട്ടും ജീവിതം നഷ്ടപ്പെട്ടവരാണ് ബാക്കിയുള്ളത്. കാവലാകുമെന്ന് കരുതിയ പുന്നപ്പുഴ രണ്ടായി ഉരുണ്ടിറങ്ങിയപ്പോൾ 1 2 ഗ്രാമമാണ് ഇല്ലാതായത്. എല്ലാം മണ്ണെടുത്തവരിലേക്കാണ് ജനാധിപത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓഗസ്റ്റ് മാസം 10-നെത്തിയത്. ചേർത്ത് പിടിച്ചും ആശ്വസിപ്പിച്ചും ഫോട്ടോയെടുത്തും പണം പ്രശ്നമല്ലെന്നും പറഞ്ഞു മടങ്ങുമ്പോൾ മുണ്ടക്കയും ചൂരൽമലയും മാത്രമല്ല, കേരളമാകെ പ്രതീക്ഷിച്ചു നമുക്കുള്ളതെല്ലാം കണ്ടറിഞ്ഞു തരുമെന്ന്. चाहे राज्य सरकार हो, केंद्र सरकार हो या देश के जन जन नागरिक हो, हम सब उस संकट की घड़ी में उनके साथ हैं. केरल सरकार के साथ भारत सरकार खड़ी रहेगी और मैं नहीं मानता हूं कि धन के अभाव में यहाँ कोई काम रुकेगा. ഇന്നാട്ടിലെ കൂട്ടായ്മകളും കൂലിപ്പണിക്കാരും കുടുംബശ്രീ പ്രവർത്തകരും കുട്ടികളുമടക്കം ചെറുതായെങ്കിലും ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുമ്പോഴും കേന്ദ്രം പറഞ്ഞു, കാത്തിരിക്കൂ, കിട്ടാനുള്ളത് കിട്ടുമെന്ന്. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസം 4 കഴിഞ്ഞു, ദിവസം 115 കഴിഞ്ഞു. എല്ലാം നേരിട്ട് കണ്ടിട്ടും എല്ലാം അടുത്തറിഞ്ഞിട്ടും സഹായത്തിനുള്ള മറുപടി സാങ്കേതിക വാക്കുകൾ മാത്രമാണ്. കേരളം നിവേദനം നൽകാൻ വൈകിയെന്ന് ഇന്നും പറയുന്നു. കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്ന് 116-ാം പക്കവും പറയുന്നു. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും 3.5 മാസം വൈകിപ്പിച്ചുവെന്ന് അമിത്ഷായുടെ മറുപടിയിലുണ്ട്. അപ്പോഴും കണ്ണിൽ നേരിട്ട് കണ്ടതെല്ലാം മറന്നോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മുറിവുണങ്ങാത്ത മനുഷ്യരോട്, ജീവിതം എങ്ങനെ തുടരുമെന്ന് കരുതിയിരിക്കുന്ന ജനതയോട് സാങ്കേതികത്വം പറയുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം, പുനരധിവാസം സാധ്യമാക്കണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.